ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് വെയിറ്റ് ലോസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മാജിക്കൽ ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വെയിറ്റ് ലോസ് ജേർണിയുടെ വീഡിയോ കുറേ പേര് കണ്ടിട്ട് നല്ല കമൻറ്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിലരൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കൗട്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെയും കൂടെ നല്ലൊരു വെയിറ്റ് ലോസ് ബൂസ്റ്റിംഗ് ഡ്രിങ്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇത് ശരിക്കും ഒരു മാജിക്കൽ ഡ്രിങ്ക് തന്നെയാണ്, വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ ഒരു മാസത്തെ ജേർണിയാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് 2 ആഴ്ച ഞാൻ ഈ ഒരു ഡ്രിങ്ക് അങ്ങനെ റെഗുലറായിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഡ്രിങ്കിനെ പറ്റിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് നല്ലതാണ് വെയിറ്റ് ലോസിന് മനസ്സിലായിട്ട് ഞാൻ പിന്നീടുള്ള 2 ആഴ്ച ഇത് റെഗുലറായിട്ട് ഡെയിലി മോർണിംഗ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ എൻ്റെ 1 മാസത്തെ വെയിറ്റ് ലോസ് ജേർണിയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വെയിറ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2ാമത്തെ മാസം ചെയ്തപ്പോൾ എനിക്കൊരു പനി പിടിച്ചു, പിന്നെ പീരിയഡ്സ് അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരാഴ്ച വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും പിന്നെ ഈ ഡ്രിങ്കും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് മാത്രം തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ വെയിറ്റ് ലോസിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക് തന്നെയാണ്. ഇനി ഇതെന്താണ് സംഭവം, എന്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സംഭവം. ഇത് ചിയാസീഡാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓർഗാനിക് ചിയാസീഡാണ് കേട്ടോ. നിങ്ങളും വാങ്ങിക്കുമ്പോൾ ഓർഗാനിക് ചിയാസീഡ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഇനി കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചിയാസീഡ് വളരെ ചെറിയ കുഞ്ഞ് ഈ കസ്കസിൻ്റെയൊക്കെ പോലത്തെ സീഡാണ് കേട്ടോ. ഒരു വൈറ്റ് കളറും കൂടി ഇതിനുണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞ് സീഡിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല. എല്ലാ ടൈപ്പ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ചിയാസീഡ്. നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ന്യൂട്രിയൻസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും കഴിക്കാത്ത, മുട്ട, ഫിഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാത്ത ആളുകൾക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ചിയാസീഡ്. പക്ഷേ ഇതിന് ഒരളവുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഈ ചിയാസീഡ് കഴിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൊമക്ക് അപ്സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തേക്കണം. വളരെ അപൂർവം ചിലർക്ക് മാത്രം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. ഫുഡ് അലർജിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചിയാസീഡ് കഴിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിട്ടുണ്ടായിരിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ ഇത് ഡൈജഷനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ചിയാസീഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ ഡെയിലി എടുക്കാം കേട്ടോ. നമ്മളുടെ ഈ കുഞ്ഞു സീഡിലുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പിന്നെ നമ്മളുടെ ഫൈബർ, പ്രോട്ടീൻ, omega-3, omega-6, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഇതെല്ലാം നിറയെയുള്ളൊരു ഫുഡാണ്, ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ചിയാസീഡ്. അപ്പോൾ ഇതിലുള്ള പ്രോട്ടീൻസും ഫൈബറും പിന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെയാണ് നമ്മളെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രോട്ടീൻസും ഫൈബറും കൂടുതലുള്ള ഫുഡായതുകൊണ്ട് ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരം കൂടുതൽ എനർജി യൂസ് ചെയ്യും. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കില്ല അധികം. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കുന്നത് വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ അളവ് കുറയുന്നത് മൂലം നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഡ്രിങ്ക് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നല്ലൊരു വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റോ ഫാസ്റ്റിങ്ങോ എന്തെങ്കിലും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതെങ്ങനെയാണ് കുടിക്കേണ്ടത്, എത്ര അളവിൽ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ഇത്തിരി കുഞ്ഞൻ ചിയാസീഡ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ചിയാസീഡാണ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഈ 1 ടേബിൾ സ്പൂൺ ചിയാസീഡിൻ്റെ ഡ്രിങ്ക് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പാണ് കുടിക്കുന്നത് കേട്ടോ. ഒരാൾക്ക് ഒരു ദിവസം മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ ചിയാസീഡ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂണിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ലഞ്ച് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ഇടുന്നുണ്ട്, കാരണം ഇത് എൻ്റെ ഹാഫ് ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ മൊത്തം 1 ടേബിൾ സ്പൂൺ ചിയാസീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടുവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഈ ചിയാസീഡ് ഒന്ന് ഇളക്കി സെപ്പറേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടെ ഒരു കട്ട പോലെ ആയി പോകും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മണികളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാം, ഇങ്ങനെ വച്ചേക്കാം. കാരണം നമ്മുടെ ചിയാസീഡ് ആ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്ത് നല്ല തടിയന്മാരായിട്ട് ഒരു ജെല്ലി ഫോമിലേക്കായിട്ട് മാറും അരമണിക്കൂർ
അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ആയതിനു ശേഷം നമ്മൾ 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഈ ഡ്രിങ്ക് കുടിക്കുന്നത്. അങ്ങനെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് നല്ല ഫില്ലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അധികം ഫുഡ് കഴിക്കാൻ തോന്നില്ല, നമ്മൾ വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളുടെ ചിയാ സീഡ് നല്ല ജെല്ലി ഫോമിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ്. അപ്പോൾ ഈ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ പുളിയോട് കൂടി കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ നല്ല ശുദ്ധമായിട്ടുള്ള ചെറുതേനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ്, അതുപോലെ ലഞ്ച് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് കഴിക്കുക. എന്നിട്ട് നല്ലൊരു ഡയറ്റും ഒരു വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.